ഒരുപാട് കുട്ടികളുണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നും ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ചുരുങ്ങിയപ്പോൾ പണ്ടൊക്കെ കുട്ടികളിലേക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെയും ശ്രദ്ധയും കെയറിങ്ങും മറ്റെല്ലാ കാര്യങ്ങളും പല കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോയിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് ഒന്നോ രണ്ടോ കുട്ടികളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മാതാപിതാക്കൾ ജീവിക്കുകയും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് കുട്ടികൾ വഴിതെറ്റി പോവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത്. ഇതൊരു വിരോധാഭാസം ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. എന്തുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ കുട്ടികളിലേക്ക് എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ എന്തുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നു, സൂയിസൈഡിലേക്ക് പോകുന്നു? പലതരത്തിലുള്ള പേരൻറ്റിങ് ടിപ്സ് ഉണ്ട്, ക്ലാസ്സുകളുണ്ട്, അതല്ലെങ്കിൽ പലതരത്തിൽ പേരൻറ്റിങ് അവയർനെസ്സുകൾ കൊടുക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നു. എത്രയെത്ര അവയർനെസ് സെഷൻസ് ഉണ്ടായാലും കാര്യങ്ങൾ അറിഞ്ഞാലും പഠിച്ചാലും ആൾക്കാർ പറഞ്ഞാലും ഇതൊന്നും മനസ്സിലാക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് മാതാക്കളും പിതാക്കളും ഉണ്ട്. ഇവരെ നമുക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസ് എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പേരൻസ് ചെയ്യുന്ന 10 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ ഈ കുട്ടികളെ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന 10 കാര്യങ്ങൾ, മിനിമം 10ലൊന്നും ഒതുങ്ങുന്നില്ല, മിനിമം 10 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും മാതാവോ പിതാവോ എൻ്റെ കുട്ടിയെ ഇതിലേക്ക് തള്ളിവിടണം എന്ന് ചിന്തിച്ചിട്ടോ ഇവരെ ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചിട്ടോ അല്ല ഈ മാതാവോ പിതാവോ ഇത് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് കുട്ടികൾക്ക് ഏറ്റവും നല്ല ലൈഫ് ഉണ്ടാകണം, അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും നല്ലവരായി വളരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അവരെ അങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് ഈ NBD ഉള്ള പേരൻസ് ചെയ്യുന്ന പരിപാടികളാണ് ഈ പരിപാടികൾ. അല്ലാതെ ഒരിക്കലും ഇവർ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അങ്ങനെ ഒട്ടും ഞാൻ പറയുന്നില്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഇവർ പോലും അറിയാതെ ഇവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം ഇവർ കുട്ടികളിലേക്ക് ഏൽപ്പിക്കുന്ന മുറിവുകളോ അതല്ലെങ്കിൽ ഇവർ കുട്ടികളുടെ ജീവിതം തകർക്കുകയോ ചെയ്യുന്ന വഴികളാണ്. ഇതിൽ ഒന്നാമത്തേതാണ് കുട്ടികളെക്കാൾ കൂടുതൽ ഇവർ സ്വയം പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളെ ഇവർ കുട്ടികളായി കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഒരു അവസ്ഥയിൽ ഈ പേരൻ്റ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അവർക്ക് തന്നെയായിരിക്കും, കുട്ടികൾക്കായിരിക്കത്തില്ല. സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. സെൽഫിനെയാണ് അവർ സെൻട്രൽ കൊണ്ടുവയ്ക്കുന്നത്. അതായത് പിന്നെ കുട്ടികൾക്ക് അവർക്ക് എന്ത് ചെയ്യും, ലാക്ക് ഓഫ് എമ്പതി ആയിരിക്കും കുട്ടികളോടുള്ളത്. അവർ കുട്ടികളോട് അവരുടെ ഒരു ഫീലിങ്സിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്വന്തം ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കുകയും സ്വന്തം ബുദ്ധിമുട്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സ്വന്തം എഫേർട്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർ. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പേരൻസിന് രണ്ടാമത് ഉള്ള ഒരു സ്വഭാവമായിരിക്കും ലവ് ആസ് എ റിവാർഡ് എന്ന് പറയുന്നത്. അതായത് ഇവർ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുന്ന ഒരു കണ്ടീഷണൽ ബേസിസിലായിരിക്കും. കുട്ടികൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്ത് അച്ചീവ്മെൻറ്റ്സ് അവർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും സ്വന്തം സെൽഫിന് അവനവൻ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെങ്കിൽ, അതായത് ഇപ്പം കുട്ടികൾ നല്ല മാർക്ക് മേടിച്ചു, ടോപ്പായി, അങ്ങനെ ടോപ്പ് ആകുമ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യാം, സൊസൈറ്റിയിലാണ് എൻ്റെ കുട്ടി ഇത്രയും മാർക്ക് മേടിച്ചു, അതല്ലെങ്കിൽ എൻ്റെ ടാലൻറ്റ് ഇവർ കാണിച്ചു, അവരേതെങ്കിലും ടാലൻറ്റ് കാണിച്ചാൽ സ്പോർട്സിലോ ആർട്സിലോ എവിടെയെങ്കിലും മ്യൂസിക്കിലോ ഒക്കെ ടാലൻറ്റ് കാണിച്ച് അവർ ലൈം ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ അത് എൻ്റെ മകളാണ് മകനാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇവർക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ മാത്രം കുട്ടികളുടെ എഫേർട്ടിനെ ഇവർ റെക്കഗ്നൈസ് ചെയ്യുകയും, അതല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് കുട്ടികൾ വരുന്നില്ലെങ്കിൽ കുട്ടികളോട് ഒരു തരത്തിലുള്ള താല്പര്യം കാണിക്കാതെ കുട്ടികളെ തള്ളിക്കളഞ്ഞ് സ്വന്തം സെൽഫിന് സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടി നടക്കുന്ന മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നത്. മാതാപിതാക്കൾ ഇപ്പോൾ ആരും ആയിക്കോട്ടെ, അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാർ ഈ കുട്ടികളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ, കുട്ടികളെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന ചില ഫീലിങ്സ് ഉണ്ട്. ഇവർക്ക് തോന്നും എന്നെ കേൾക്കാൻ ആരുമില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല, എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സുമായിട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മളെ ലിസൺ ചെയ്യുന്നുള്ളൂ. ഇനി അച്ചീവ്മെൻറ്റ്സേ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർ ഈ മാതാപിതാക്കൾ അല്ലെ മാതാവോ പിതാവോ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ, അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ ആരുമില്ലാത്തൊരു അവസ്ഥയാവും, അൺഹേർഡായിട്ടുള്ളൊരു അവസ്ഥ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ഇവരെ തന്നെ പിന്നോട്ട് വലിച്ച് ഇവർ തന്നെ ഒരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ വരും. കാരണം ഒരു കുട്ടിയുടെ ഏറ്റവും ആദ്യത്തെ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ മാതാവും പിതാവും സിബ്ലിങ്സുമാണ്. അതിൽ സിബ്ലിങ്സ് പോലും രണ്ടാമതാണ് വരുന്നത്. ആ കുട്ടിയുടെ മാതാവോ പിതാവോ ആണ് ആദ്യം വരുന്നത്. അങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടിയിൽ ഒരു മിസ്ട്രസ്റ്റ്
ഫോം ചെയ്യുകയും അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവാതെ ഒരു ഗിൽറ്റും ഷെയിമും ഒക്കെ ഉണ്ടായി, ഒരു സോഷ്യൽ വിഡ്രോവൽ ആ കുട്ടിക്കുണ്ടായി, ഒരു ഇൻട്രോവേഷൻ ഉണ്ടായി, ആ കുട്ടിക്ക് സ്വയം ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ സെൽഫ് എസ്റ്റീമിനെ ബാധിച്ച് ഉൾവലിഞ്ഞ് ജീവിക്കാൻ പ്രേരിതമാകുന്ന ഒരു പേഴ്സണാലിറ്റി ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യും? ഈ കുട്ടി ഭയങ്കരമായിട്ട് ഓവർലോഡഡ് ആവും. ഈ കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എങ്ങനെയും മാതാവിനെ അല്ലെങ്കിൽ ഈ പറയുന്ന പേരൻറ്റിനെ പ്ലീസ് ചെയ്യാനായിട്ട്, ആ ഒരു സ്നേഹം കിട്ടാനായിട്ട് ഇവർ ഭയങ്കരമായിട്ട് സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷറാണ് ആ കുട്ടി, അൺവാണ്ടഡ് പ്രഷറാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കുണ്ടാകാവുന്ന ആങ്സൈറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സല്ല എന്ന് മനസ്സിലാക്കണം. ആ സ്ട്രെസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള, ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം ഈ കുട്ടി ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ് പിന്നെ ആ കുട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എപ്പോഴും. അതായത് നമ്മൾ സ്നേഹിക്കപ്പെടണമെന്നുള്ളത് എല്ലാ വ്യക്തികളുടെ ആഗ്രഹമാണ്, എസ്പെഷ്യലി കുട്ടികൾക്ക് അത് കൂടുതലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയാൽ മാത്രമേ എൻ്റെ പേരൻ്റ് എന്നെ സ്നേഹിക്കുകയുള്ളൂ എന്ന് കൂട്ടി തോന്നുകയും അങ്ങനെ നിരന്തരമായ അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറകെ നടക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഇങ്ങനെ നിരന്തരമായ അച്ചീവ്മെൻറ്റ്സ് ആർക്കും കിട്ടത്തില്ല. ഈ സമയത്ത് ഈ കുട്ടി ഭയങ്കരമായിട്ട് മുൻപ് പറഞ്ഞ പോലെ ഓവർലോഡഡ് ആവുകയും കുട്ടിയുടെ സെൽഫ് വർത്ത്, സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് താഴോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇങ്ങനെ സെൽഫ് വെർത്തും സെൽഫ് എസ്റ്റീമും താഴോട്ട് പോകുന്ന അവസ്ഥയിൽ ഈ കുട്ടി വാലിഡേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ അംഗീകരിക്കുക, ഈ കുട്ടി നല്ലതാണെന്ന് പറയുക, ഈ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കുട്ടി സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. എഗെയിൻ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികളിലേക്ക് ഫേക്കായിട്ടുള്ള വാലിഡേഷനും ഫേക്കായിട്ടുള്ള അപ്രീസിയേഷനും ഇട്ടുകൊടുക്കാനായി ഒരുപാട് ആൾക്കാർ ഉണ്ട്. അത് സോഷ്യൽ മീഡിയ വഴി ആയാലും റിയാലിറ്റി ആയിട്ടായാലും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവൻ എനിക്കറിയാവുന്ന വെച്ചിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസും ചാനൽസും ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്. വളരെ നെഗറ്റീവായിട്ടുള്ള ചാനലുകൾ ആണിവ. ഇങ്ങനെയുള്ള നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന കുട്ടികളാണോ, നിങ്ങൾക്ക് പേരൻറ്റിൻ്റെ നിന്ന് സ്നേഹം കിട്ടുന്നില്ലേ, വാലിഡേഷൻ കിട്ടുന്നില്ല, അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല, എങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഇവരെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന ഒരുപാട് വീഡിയോ ചാനലുകൾ യൂട്യൂബിലും അവിടെ ഇവിടെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ട്രാപ്പിൽ വീഴ്ത്തി പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാനലുകൾ ആണിവ. ഇത് സോഷ്യൽ മീഡിയയിലുള്ള അപകടം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ ഈ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകളിലും സ്കൂളുകളിലും കോളേജുകളിലും സൊസൈറ്റിയിലും ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് വാലിഡേഷൻ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, അക്സെപ്റ്റൻസ് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, മാർക്കും അതല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾ അപ്രിസിയേഷൻ കൊടുക്കുകയുള്ളെങ്കിൽ, അല്ലെ നല്ല സ്വഭാവം, നിങ്ങൾ പറയുന്ന നല്ല സ്വഭാവം കാണിക്കുമ്പോൾ മാത്രമേ കുട്ടിക്ക് നിങ്ങൾ അക്സെപ്റ്റൻസ് കൊടുക്കുകയുള്ളെങ്കിൽ, ഈ കുട്ടി കാണിക്കുന്ന ഓരോന്നിനും അക്സെപ്റ്റൻസും വാലിഡേഷനും കൊടുത്ത് ഈ കുട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാനും പുറത്ത് ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് കൊടുക്കുക, അൺകണ്ടീഷണലായിട്ടുള്ള അക്സെപ്റ്റൻസ് നിങ്ങൾ കൊടുക്കുക, വാലിഡേഷൻ കൊടുക്കുക. ആ കുട്ടിയുടെ സെൽഫ് വർത്ത് നിങ്ങൾ എൻഹാൻസ് ചെയ്യാൻ, സെൽഫ് എസ്റ്റീം നിങ്ങൾ എൻഹാൻസ് ചെയ്യാനാണ്. അതായത് ആ കുട്ടിക്ക് സ്വയം ഒരു വാല്യൂ ഉണ്ടെന്നും ആത്മാഭിമാനവും നിങ്ങൾ എൻഹാൻസ് ചെയ്യാനായിട്ട് ആ കുട്ടിയെ നിങ്ങൾ സഹായിക്കൂ. മാർക്കും ട്രോഫികളും ഒന്നും അല്ല വലിയ കാര്യം. ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഇൻ്റലിജൻസും സെൽഫ് എസ്റ്റീമും സെൽഫ് വാല്യൂവും വെർത്തുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. അത് കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനുമുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുക, അതിലൂടെ മുന്നോട്ട് പോവുക. ഈ സെൽഫ് സെൻറ്റേർഡ്നെസ്സും കണ്ടീഷണൽ ലവും കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ ചെയ്യുന്നൊരു കാര്യമാണ് മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്ത് മൈക്രോ മാനേജ്മെൻറ്റ് നടത്തി ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ, ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങളും കുട്ടികളെ എങ്ങനെ ചെയ്യണമെന്ന് പേരൻസ് തീരുമാനിക്കുക. ഇതിൽ പരം ഒരു മണ്ടത്തരം ഇല്ലെന്ന് മാത്രമല്ല, ഇതിൽ പരം കുട്ടികളെ നശിപ്പിച്ച് കളയാനായിട്ട് വേറൊരു കാര്യം ചെയ്യുകയും വേണ്ട. കാരണം ഞാനിങ്ങനെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്കൊരു വ്യക്തിയെ നശിപ്പിച്ച് കളയണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഉപദ്രവിക്കുന്നതിന് പകരം ആ വ്യക്തിയെ മാക്സിമം സഹായിക്കുക. അങ്ങനെ വരുമ്പം നമ്മൾ ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പിൽ ഈ വ്യക്തിയെ അങ്ങ് സഹായിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് സ്കില്ലുകളൊന്നും ഡെവലപ്പ് ചെയ്യത്തില്ല.
അപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് നശിപ്പിക്കണമെങ്കിൽ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ മാക്സിമം സഹായിക്കുകയാണ് വേണ്ടത്. ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യുമെന്നറിയോ? മനുഷ്യന് ബേസിക്കായിട്ടുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അതായത് സർവൈവ് ചെയ്യാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ്. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ, അവൻ ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ ആ മനുഷ്യൻ്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് അതിനെ മറികടക്കാനുള്ള സ്കിൽ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് മനുഷ്യനും ഉള്ള സ്കില്ലാണ്. അപ്പം ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നമ്മൾ ആ വ്യക്തിയെ മാക്സിമം സഹായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയെ എന്ത് ചെയ്യാം? നശിപ്പിച്ച് കളയാം. അപ്പോൾ ഇങ്ങനെ മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്ത് ഓവറായിട്ട് കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ട് നിങ്ങൾ ഇത് ചെയ്യുമെന്ന് കുട്ടികളോട് പറയുന്ന, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പേരൻസ് ചെയ്യുന്നത് അവരെ സഹായിക്കുകയല്ല, അവരെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? കുട്ടികൾക്ക് അവർക്ക് തനിയെ ചിന്തിക്കാനോ അവർക്ക് തനിയെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ളതോ പ്രോബ്ലം സോൾവിങ്ങിനുള്ളതോ അവർ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് വേണ്ട ലൈഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ സഹായിക്കാതെ, അവരുടെ തലച്ചോറ് പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കാതെ ഇത് മുഴുവനും ചെയ്യുന്നത് ആരാണ്? പേരൻസാണ് ചെയ്യുന്നത്. അപ്പം മൈക്രോ മാനേജ്മെൻറ്റ്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നീ ഇത് പഠിക്കണം, നീ +1 സയൻസ് എടുക്കണം, നീ ഇത് സയൻസിൽ ഇന്ന സ്ട്രീം എടുക്കണം, അത് കഴിഞ്ഞാൽ ഇന്ന ജോലിക്ക് പോകണം, ഇതെല്ലാം പേരൻസ് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇനി ഇതിന് മുമ്പുണ്ട് ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ജീവിക്കണം, എത്ര സമയത്ത് എഴുന്നേൽക്കണം, എത്ര സമയം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യണം, എത്ര സമയം പല്ല് തേക്കാൻ സ്പെൻഡ് ചെയ്യണം, ഏത് ആഹാരം കഴിക്കണം, എന്ത് ചെയ്യണം, ഇങ്ങനെയല്ല. ഇതിലൊന്നും പേരൻസ് ഇടപെടരുത് എന്നല്ല പറയുന്നത്. കുട്ടികൾക്ക് ഓരോ സ്റ്റേജുണ്ട്, ഓരോ സ്റ്റേജിലും നമ്മൾക്ക് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കണം. പക്ഷേ ഈ ഗൈഡൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ പ്രിഫറൻസ് എന്ന് പറയുന്ന കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ മാനിക്കണം. പ്രിഫറൻസ് എന്ന് പറയുന്ന കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള പ്രിഫറൻസ് എടുക്കാനുള്ള അനുവാദമില്ല, ഒരു തരത്തിലും ചിന്തിക്കാനുള്ള അനുവാദമില്ല, ഒരു തരത്തിലും ഇവർക്കൊരു സാധനം ചൂസ് ചെയ്യാനുള്ള അനുവാദമില്ലെങ്കിൽ പിന്നെ എന്ത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് 18 വയസ്സ് വരെ ഞാൻ തീരുമാനിക്കും, ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സിന് ഞാനെല്ലാം തീരുമാനിക്കും, ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിന് ഞാനെല്ലാം തീരുമാനിക്കും, മാസ്റ്റേഴ്സും ചെയ്ത് കഴിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ തീരുമാനിച്ചോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. കാരണം തലച്ചോറ് എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഡെവലപ്മെൻ്റ് ഉള്ളൊരു സാധനമാണ്. ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ആ ഡെവലപ്പ് ചെയ്തതിനെ ബേസ് ചെയ്ത് മാത്രം അടുത്തത് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ, അതിനെ ബേസ് ചെയ്ത് മാത്രമേ അടുത്തത് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ സീക്വൻഷ്യൽ ഡെവലപ്മെൻ്റ് ഉള്ള ബ്രെയിനിൽ എല്ലാ കാര്യങ്ങളും മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്ത് പേരൻസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ തലച്ചോറിനകത്ത് ഒരു തരത്തിലുള്ള സ്കില്ലും ഡെവലപ്പ് ചെയ്യത്തില്ല. മറിച്ച് ഈ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ആയിരിക്കും. ഡിപ്പെൻഡൻസി. യാതൊരു തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങും ഉണ്ടാകത്തില്ല, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാകത്തില്ല, ലൈഫ് സ്കിൽസ് ഉണ്ടാകത്തില്ല, ഒന്നുമില്ല. എല്ലാം വേറൊരാൾ ചെയ്യും. ഈ കുട്ടി ഒരു ബൊമ്മ പോലെ, ഒരു പാവ പോലെ ഇതിങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കുട്ടികളാണ് ആരെങ്കിലും ഒന്ന് തുമ്മിയ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഇവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഇവരുടെ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഡ്രഗ്സിനെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിനെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പല വഴികളിലൂടെ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും പോയി മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യുകയല്ല വേണ്ടത്. കുട്ടികൾക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അതിന് തീരുമാനമെടുക്കാനും, എന്ത് പഠിക്കണമെന്ന് തീരുമാനമെടുക്കാനും, ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനമെടുക്കാനും, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനമെടുക്കാനും അവരെ നേരത്തെ ട്രെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാനുള്ള സ്പേസ് കൊടുക്കുക, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ കേൾക്കുക, മാനിക്കേണ്ടതാണെങ്കിൽ മാനിക്കുക. അതല്ലാതെ A-Z പേരൻസ് തീരുമാനിച്ച് നീ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു നാർസിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കുട്ടികളുടെ ഉള്ള ഒരു ഇമോഷനെയും ഒരു തരത്തിലുള്ള ഒരു പ്രിഫറൻസിനെയും അവരുടെ അഭിപ്രായങ്ങളെയും മാനിക്കാതെ നിങ്ങളുടെ മാത്രം അഭിപ്രായങ്ങളും നിങ്ങളുടെ മാത്രം ചിന്തകളും അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ യു ആർ എ പേഴ്സൺ വിത്ത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് യു ആർ എ ടോക്സിക് പേഴ്സൺ. നിങ്ങൾ ആ കുട്ടിയുടെ ജീവിതം തകർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടിയെ വളരാൻ അനുവദിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. Thanks for watching Dr. Dance. Subscribe to unlock the mysterious world of psychology with Dr. Abhay Daniel.